ചിത്രത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് കാണിക്കുന്നത് നായകനായ നമ്മുടെ ബേസിൽ ജോസഫിനാണ്. അവനാണെങ്കിൽ ദുബായിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ അറബിയോടും അവിടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും അവർ പറയുന്നുണ്ട്, എൻ്റെ കല്യാണമാണ്, ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചാണ് എൻ്റെ കല്യാണം എന്ന് പറഞ്ഞിട്ട് പറയുന്നു. അവിടെ വെച്ച് നമ്മുടെ സിനിമയുടെ ടൈറ്റിലും എഴുതി കാട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ബേസിലാണെങ്കിൽ അവൻ്റെ അച്ഛനെയും അമ്മയും ഫോൺ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും പറയും നമ്മുടെ കല്യാണത്തിന് മണ്ഡപവും കാര്യങ്ങളൊക്കെ പെൺവീട്ടുകാർ തീരുമാനിച്ചു, അത് പാർവതി പറഞ്ഞ മണ്ഡപത്തിലാണെന്ന് പറയുമ്പോൾ അത് വേണ്ട അച്ഛാന്ന് പറയും. നീ നിൻ്റെ പഴയ കാമുകി പാർവതി അതിന് കൊടുത്തിട്ടിരിക്കുകയാണോ, അതൊക്കെ വിട്ടുകളയാന്ന് പറഞ്ഞിട്ട് പരസ്പരം സംസാരിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബേസിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഈ കല്യാണവും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുത്തത്. അവർക്ക് പ്രൊമോഷനും കാര്യങ്ങൾ കിട്ടും പറഞ്ഞിട്ടാണ് അവരിങ്ങനെ ചെയ്തു കൊടുത്തത് കേട്ടോ. പിന്നെ നമ്മുടെ ബേസിൻ്റെ അനിയനായ സാഫ് ബോയിനെയും അവൻ്റെ കൂട്ടുകാരനെയും കാണിക്കുന്നുണ്ട്. അവനാണെങ്കിൽ ഈ കല്യാണ പത്രികയും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്ന അവിടെ ആയിരിക്കും. അവിടെ എന്തിനാണ് ഈ അനന്തൻ എന്ന് പറഞ്ഞ ഒരാളുടെ പേര് വെച്ചെന്ന് പറയും. അനന്തൻ എന്ന് പറയുന്നത് നമ്മുടെ ബേസിൻ്റെ ആളിനാണ്, കെട്ടാൻ പോകുന്ന പെണ്ണിൻ്റെ ഏട്ടനാണ്. അതാണ് കേട്ടോ നമ്മുടെ പൃഥ്വിരാജ്. അപ്പം നമ്മുടെ ബേസിൻ്റെ അമ്മയൊക്കെ പറയും കല്യാണമൊന്നും വേണ്ട പറഞ്ഞ ചെക്കനാണ്. നമ്മുടെ പൃഥ്വിരാജിനെ പരിചയപ്പെട്ട ശേഷമാണ് അവനൊക്കെ മാറിയതെന്ന് പറയും. പിന്നെ പൃഥ്വിരാജിനെയാണ് കാണിക്കുന്നത്. അവനിക്ക് നമ്മുടെ ബേസിൽ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പൃഥ്വിരാജിനോട് പറയും കല്യാണം മണ്ഡപമൊന്ന് മാറ്റാൻ പറ്റുമോ, പാർവതി അതെനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ നീ നിൻ്റെ പഴയ ലവറിനെ ആലോചിച്ചിട്ടിരിക്കുകയാണോ, നീ അതൊക്കെ ഒന്ന് വിട്ടുകളാടാന്ന് പറഞ്ഞിട്ട് അവൻ ആശ്വസിപ്പിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ ബേസിലിന് സന്തോഷമാവുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമ്മുടെ ഈ ബേസിൻ്റെ അച്ഛനും അമ്മയാണെങ്കിൽ ഒരു പൂജാരനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. എന്നിട്ട് കല്യാണത്തിൽ എന്തെങ്കിലും തടസ്സമാവുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അവിടെ നിന്നൊരു ബൈക്ക് പോകുന്നുണ്ട്. ഈ ബൈക്ക് പോയ പോലെ ഈ കല്യാണങ്ങൾക്ക് നടന്നു പോകും, നിങ്ങളൊന്നും കൊണ്ടും വിഷമിക്കേണ്ട, ഒരു തടസ്സവും ഉണ്ടാകില്ല എന്ന് പറയും. അതിനുശേഷമാണ് നമുക്ക് കാണിക്കുന്നത് ആ ബൈക്കാണെങ്കിൽ ആക്സിഡൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ശേഷം നമ്മുടെ നായികയായ അനശ്വരനെ കാണിക്കുന്നു കേട്ടോ. അനശ്വരയ്ക്കാണെങ്കിൽ നമ്മുടെ പൃഥ്വിരാജ് കോൾ ചെയ്യുന്നുണ്ട്. നീ നമ്മുടെ ബേസിലിനെ വിളിക്കുക, അവനിക്ക് കുറേ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവനെ വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ച് എനിക്ക് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പൃഥ്വിരാജാണെങ്കിൽ അനശ്വരനെ ഇങ്ങനെ ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ അവൻ്റെ കൂടെ പൃഥ്വിരാജിൻ്റെ അച്ഛനും അമ്മയുണ്ട്. അപ്പോൾ അമ്മ ചോദിക്കും നമുക്ക് പൃഥ്വിരാജിൻ്റെ വൈഫിൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോയി കല്യാണം വിളിക്കേണ്ടത് പറയുമ്പോൾ നമ്മുടെ ജഗദീഷ് പറയും, അച്ഛനായ ജഗദീഷ് പറയും എന്നെ കൊണ്ടൊന്നും പറ്റില്ല, അവനല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്, അവൻ തന്നെ സോൾവ് ആക്കട്ടെ എന്ന് പറയും. പിന്നെ രാത്രിയാണെങ്കിൽ ബേസിലും അതേപോലെ തന്നെ നമ്മുടെ അനശ്വരയും ഫോൺ വിളിച്ചിട്ടിരിക്കും, ഓരോന്നും ഇങ്ങനെ സംസാരിക്കണം എന്താണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ബേസിൽ ആനന്ദേട്ടൻ വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് സംസാരിക്കുന്നുണ്ട്. പിന്നെ ചേട്ടത്തി അമ്മ ഇവർ തമ്മിൽ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അനശ്വര പറയും 24 മണിക്കൂർ നിങ്ങൾ വിളിക്കുന്ന ആൾക്കാരില്ലേ, നിങ്ങൾ എന്നെ ഡയറക്റ്റ് സംസാരിച്ചളയെന്ന് പറയും. അതിനുശേഷം നമ്മുടെ പൃഥ്വിരാജാണെങ്കിൽ ബേസിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയായിരിക്കും. അപ്പോൾ അവൻ പ്രണയത്തിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ബേസിലാണെങ്കിൽ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറയും. അപ്പോൾ ഈ ചെറിയ കാര്യത്തിന് നിങ്ങളൊക്കെ ചെയ്യണോ, നീ അവളെ മറക്കണം, അതിന് നിൻ്റെ കയ്യിൽ അവളുടെ ഫോട്ടോ ഇല്ലേ അത് കത്തിച്ചാൽ മതി, നീ അവളെ മറക്കുമെന്ന് പറയും. അപ്പോൾ നമ്മുടെ ബേസിൽ അതേപോലെ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പകരം ബേസിൽ പൃഥ്വിരാജോട് പറയും നിങ്ങൾ ഫാമിലിയായിട്ട് ഇനി ഒന്നായിട്ടിരിക്കണം, ഞാൻ കല്യാണത്തിന് വരുമ്പോൾ ഗുരുവായൂരിൽ വെച്ചിട്ട് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഫാമിലിയും കുട്ടിയും ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. പൃഥ്വിരാജ് പറയും ഇപ്പോൾ തന്നെ പോയിട്ട് നിൻ്റെ പഴയ കാമുകിയുടെ ഫോട്ടോ കത്തിക്കണം എന്ന് പറയും. ബേസിലും പറയും നിങ്ങളുടെ ഭാര്യൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഫോണിൽ വാൾപേപ്പറായിട്ട് ഇപ്പോൾ തന്നെ വെക്കണം, നിങ്ങൾ ഒന്നാകണം എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അറ്റ് എ ടൈം ഫോട്ടോ എടുത്തിട്ട് ഒരാൾ കത്തിക്കാനും ഒരാൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അത് നിഖിലയുടെ ഫോട്ടോ ആണ്, നമ്മുടെ പൃഥ്വിരാജിൻ്റെ വൈഫ് നിഖിലയാണ്. അതേപോലെ തന്നെ നമ്മുടെ ബേസിൻ്റെ കയ്യിലുള്ള ഫോട്ടോ നിഖിലയാണ്. അതായത് നമ്മുടെ ബേസിൻ്റെ പഴയ കാമുകിയായ പാർവതി എന്ന് പറയുന്നത് നിഖിലയാണ് കേട്ടോ. അപ്പോൾ രണ്ടാളും ഒരേ ആളാണ്. നമ്മുടെ ബേസിലാണെങ്കിൽ അവിടെ ഫോട്ടോ കത്തിക്കലും നമ്മുടെ പൃഥ്വിരാജാണെങ്കിൽ ഫോട്ടോ എടുത്ത് ഫോണിൽ പേപ്പറായിട്ട് വെക്കുന്നത് നമുക്ക് കാണിക്കുന്നു. ശേഷം നമ്മുടെ പൃഥ്വിരാജിനെയാണ് കേട്ടോ കാണിക്കുന്നത്. പൃഥ്വിരാജാണെങ്കിൽ നിഖിലയായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി അവൾക്ക് നിരന്തരം മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട്, ഐ എം സോറി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അവളാണെങ്കിൽ ഒന്നും മെയിൻറ്റ് പോലും ചെയ്യുന്നില്ല കേട്ടോ. ആ കാര്യങ്ങളൊക്കെ നമ്മുടെ പൃഥ്വിരാജാണെങ്കിൽ ബേസിനോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബേസിലാണെങ്കിൽ ഫുൾ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഐഡിയാസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ബേസിലാണെങ്കിൽ ഈ കുറച്ച് ക്ലോത്തും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പൃഥ്വിരാജിനോട് ചോദിക്കും ഏട്ടത്തമ്മയ്ക്ക് ഏത് ഡ്രസ്സാണ് ചേരുക, ഏത് കളറാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ കളർ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മുടെ ബേസിലും പറയും കുഴപ്പമില്ല, ഞാൻ തന്നെ ഒരു കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ അത് കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ പൃഥ്വിരാജിന് വേണ്ടിയിട്ടൊരു ഫോണും കാര്യങ്ങളൊക്കെ നമ്മുടെ ബേസിൽ വാങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ വരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ബേസിലാണെങ്കിൽ അനശ്വരയ്ക്ക് ഫോൺ വിളിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. എന്നാൽ അനശ്വര അവിടെ ഇല്ല, അവരുടെ വീട്ടിലുള്ള എല്ലാവരോടായിട്ട് നമ്മുടെ ബേസിൽ സംസാരിക്കും. അങ്ങനെ ബേസിൽ നാട്ടിലെത്തിയിട്ടോ. നാട്ടിലെത്തിയിട്ട് വന്നത് നേരെ അനിയൻ്റെ കഴുത്തിലൂടെ പിടിക്കും. എന്താണ് പറയുമ്പോൾ ഇവൻ്റെ ഇരട്ട പേരുണ്ടല്ലോ അത് നമ്മുടെ അനശ്വരയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആരാടാ പറഞ്ഞു കൊടുത്തതെന്ന് പറയുമ്പോൾ ഞാനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനിയൻ ഓരോന്ന് പറയുന്നുണ്ട്. പിന്നെ അവൻ്റെ അച്ഛനും അമ്മയ്ക്ക് സോപ്പും ടൈഗർ ബോംബൊക്കെ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഫോണ് എൻ്റെ പൃഥ്വിരാജ് ഏട്ടനാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബേസിൽ പോകുന്നു. ശേഷം നമ്മുടെ ബേസിൽ നേരെ പോകുന്നത് അനശ്വരനെ കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അനശ്വര കൂട്ടുകാരായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ഈ ബേസിൽ നോക്കിയിട്ട് അവൻ്റെ ഇരട്ടപ്പേര് വിളിച്ച് കളിയാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അനശ്വരയെ സോറി, അവരിങ്ങനെ വിളിച്ചതിന് സോറി എന്നൊക്കെ പറയുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഞാൻ ആ മൈൻഡിൽ എടുത്തിട്ടുള്ളൂ എന്ന് പറയും. അപ്പോൾ അനശ്വര ഞാനും അന്ന് ഇരട്ടപ്പേര് വിളിച്ചോട്ടെ എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് ഞാൻ വേണ്ട, നീ മാത്രം അത് വിളിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബേസിലാണെങ്കിൽ അനശ്വരയോട് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ പൃഥ്വിരാജ് ആണെങ്കിൽ ഹൈദരാബാദിലാണ്
കേട്ടോ, അവൻ്റെ ഒരു കമ്പനി അവിടെയാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഈ കല്യാണത്തിന് വേണ്ടിയിട്ട് അവൻ കേരളത്തിലേക്ക് വരുന്നുണ്ട്. നേരെ വരുന്നത് നമ്മുടെ സ്റ്റേഷനിലൂടെയാണ്, അത് ട്രെയിനിലാണ് അവൻ വരുന്നത്. അപ്പോൾ അവിടെ ചെറിയ തർക്കവും കാര്യങ്ങളായിട്ട് ഒരാളുടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അച്ഛനായ ജഗദീഷൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൃഥ്വിരാജ് പറയും ഒരു കാർഡും കൂടി വിളിക്കണം, ഞാൻ എൻ്റെ ഭാര്യയായ നിഖിലിനെയും കൂടി വിളിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് നിഖിലിൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിഖിലിൻ്റെ അച്ഛനൊരു ഡോക്ടറാണ്. അങ്ങനെ അവനെ ഫോണിൽ കോളൊക്കെ കണക്ട് ചെയ്യുന്നുണ്ട്. ബേസിൽ പറഞ്ഞു കൊടുക്കുന്ന പോലെ അവൻ ഇൻസേർട്ടൊക്കെ ചെയ്തിട്ട് ഉള്ളിൽ പോയിട്ട് ബേസിൽ പറഞ്ഞു കൊടുക്കുന്ന പോലെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഒരു കുടുംബമായി എന്ന് പറഞ്ഞാൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ എന്ന രീതിയിലൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നു. അപ്പോൾ അതിന് ശേഷമാണ് നമ്മുടെ നിഖിൽ ഇറങ്ങി വരുന്നത്. അപ്പോൾ നിഖിലിനെ കൺവീനിയൻസ് ചെയ്യാവുന്ന രീതിയിൽ നമ്മുടെ ബേസിലാണെങ്കിൽ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഫോണിലൂടെ. പൃഥ്വിരാജ് അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് നമ്മുടെ നിഖിലെയും ആ പറഞ്ഞതിലൊക്കെ വീണിട്ട് അവസാനം നമ്മുടെ പൃഥ്വിരാജിൻ്റെ കൂടെ വരാമെന്ന് തീരുമാനിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും കൂടി വീട്ടിലോട്ട് എത്തുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും സക്സസ് ആയി. അതിനുശേഷം നമ്മുടെ ബേസിലാണെങ്കിൽ പൃഥ്വിരാജിനെ കാണാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്, പൃഥ്വിരാജിൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നിഖിലയാണെങ്കിൽ തറവാട്ടിൽ പോയിരിക്കുകയാണ് കേട്ടോ. കല്യാണത്തിന് ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ ആണല്ലോ, അപ്പോൾ തറവാട്ടിലാണ്. അങ്ങനെ നമ്മുടെ ബേസിലാണെങ്കിൽ വീട്ടിലെത്തുന്നു, നമ്മുടെ പൃഥ്വിരാജാണെങ്കിൽ വാതിൽ നിന്ന് തുറക്കുന്നുണ്ട്. അവർ പരസ്പരം കാണുമ്പോൾ അവരുടെ സ്നേഹബന്ധവും കാര്യങ്ങളൊക്കെ പരസ്പരം കൈമാറുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ബേസിലാണെങ്കിൽ കൊണ്ടുവന്ന ഐഫോൺ ഉണ്ടല്ലോ, അത് നമ്മുടെ പൃഥ്വിരാജിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിനുശേഷം അവർ നല്ല വർത്തമാനവും കാര്യങ്ങളായിട്ട് അങ്ങനെ ഇരിക്കുകയായിരിക്കും. അതിൻ്റെ ഇടയിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ പൃഥ്വിരാജാണെങ്കിൽ നമ്മുടെ ബേസിലിൻ്റെ പഴയ കാമൊക്കെ ഉണ്ടല്ലോ പാർവതി, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അവളിപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും പൊട്ടനെ കിട്ടിയിട്ട് ഇപ്പം നരകതുല്യ ജീവിതം നയിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരിക്കും. ആ സമയത്താണ് നിഖിൽ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ പൃഥ്വിരാജ് നമ്മുടെ ബേസിലിനോട് പറയും, എന്താ നിൻ്റെ ഇടത്തിയമ്മ ആ ഗിഫ്റ്റ് കൊണ്ടുവന്ന് നീ കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ബേസിൽ നോക്കുമ്പോൾ ഒന്ന് നെട്ടിപ്പോകുന്നുണ്ട്. അവൻ്റെ പഴയ കാമുകിതിയായ ഒരു പാർവതി തന്നെയാണ് കേട്ടോ. അത് ബേസിൽ അന്തം വിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ പൃഥ്വിരാജ് ഓർക്കുന്നത്, ഓ നിൻ്റെ പഴയ കാമുകിൻ്റെ പേരും പാർവതിയാണുള്ളത്, ഇനി എനിക്ക് ആ പേര് ഓർമ്മ വരുമ്പോൾ നിൻ്റെ ഇടത്തിയമ്മനെ ഓർത്താൽ മതിയല്ലോ എന്ന് പറയും, ആ ഗിഫ്റ്റ് കൊടുക്കടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബേസിലും നെട്ടിയിട്ടുണ്ട്, നമ്മുടെ നിഖിലെയും നെട്ടിയിട്ടുണ്ട്. അങ്ങനെ ബേസിലാണെങ്കിൽ കൊണ്ടുവന്ന സാരി നിഖിലേക്ക് കൊടുത്തിട്ട് എനിക്ക് കുറച്ച് തിരക്കുണ്ട് പൃഥ്വിരാജ് ചേട്ടാ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൃഥ്വിരാജ് ആണെങ്കിൽ നിഖിലോട് പറയും, പാവം നിൻ്റെ പേര് കേട്ടത് അവനിക്ക് വിഷമമായി, അതുകൊണ്ടാണ് അവൻ പോയതെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ബേസിൽ നേരെ പോകുന്നത് അവൻ്റെ അനിയൻ്റെ അടുത്തേക്കും അവൻ്റെ കൂട്ടുകാരൻ്റെ അടുത്തേക്കുമാണ്. എടാ നിങ്ങളൊക്കെ എല്ലാവരുടെ കല്യാണം നോക്കാൻ വേണ്ടി പോയത്, എൻ്റെ പഴയ ലവർ ഉണ്ടല്ലോ പാർവതി, അതാണ് നമ്മുടെ പൃഥ്വിരാജ് ചേട്ടൻ കേട്ടിരിക്കുന്നതെന്ന് പറയും. അപ്പോൾ അവരും പറഞ്ഞ് ഞങ്ങളൊക്കെ അറിയില്ല, ഞങ്ങൾ പെണ്ണ് കാണാൻ പോകുമ്പോൾ അവിടെ അവൾ ഉണ്ടായിരുന്നില്ല, ഇവർ സെപ്പറേറ്റ് അല്ല, അതുകൊണ്ട് ഞങ്ങൾ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബേസിൽ പറയും, എനിക്ക് ഇനി അവളെ കെട്ടാൻ പറ്റില്ല, ഞാൻ പൃഥ്വിരാജിനെ വിളിച്ച് പറയാൻ പോകാതെ എനിക്ക് ഈ കല്യാണം വേണ്ടെന്ന രീതിയിൽ പറയാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ വിഷമിച്ചിട്ട് ഇങ്ങനെ അവിടെ സംസാരിക്കുന്നുണ്ട് അവൻ്റെ കൂട്ടുകാരോട്. എന്നിട്ട് അവൻ പറയും പൃഥ്വിരാജ് ചേട്ടൻ്റെ മനസ്സ് കുഞ്ഞ മനസ്സാണ്, അദ്ദേഹത്തൊന്നും താങ്ങില്ല എന്ന് പറഞ്ഞിട്ട് അതും പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ നിഖിലിനെയാണ് കാണിക്കുന്നത്. നിഖിലയാണെങ്കിൽ അമ്മയ്ക്ക് ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട് അവൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല, അവൻ ഇപ്പം ഞങ്ങളെയൊക്കെ ഒന്നിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മ പറയും നീ ഇപ്പം എന്താ ചെയ്യണമെന്ന് പറയുമ്പോൾ അവൻ കൊണ്ടുവന്ന സാരി ഇപ്പം ഞാൻ ഉടുക്കുകയാണെന്ന് പറയും. അതെന്തിനാണ് ഉടുക്കണമെന്ന് പറയുമ്പോൾ പൃഥ്വിരാജ് ചേട്ടൻ അത് ഇട്ട് കാണണമെന്നാണ് പറയണമെന്ന് പറയും. അപ്പോഴേക്കും പൃഥ്വിരാജ് വന്നിട്ട് ആ സാരി സൂപ്പറായിട്ടുണ്ടല്ലോ, നിനക്ക് വേണ്ടി വാങ്ങിയ പോലെ തന്നെ ഉണ്ടല്ലോ, അവനക്ക് എങ്ങനെ കറക്റ്റ് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബേസിലാണെങ്കിൽ പൃഥ്വിരാജിനെ വിളിച്ചിട്ട് പറയും എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൃഥ്വിരാജ് പറയും വേറെ ആരെങ്കിലും ആണെങ്കിൽ ഞാൻ ഇപ്പം തല്ലിയിട്ടുണ്ടാവും, നീ മിണ്ടാണ്ടിരുന്നേന്ന് പറഞ്ഞിട്ട് പൃഥ്വിരാജ് പറയുന്നുണ്ട്. പിന്നെ എൻ്റെ കല്യാണം കഴിക്കുന്ന ഫോട്ടോ ഒക്കെ ഇത്രാം തീയതി വിവാഹിതരാകും എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് പേപ്പറിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ബേസിൽ നേരെ പോകുന്നത് നമ്മുടെ അനശ്വരനെ കാണാനാണ് കേട്ടോ. അവരോടും പറയുന്നുണ്ട് എനിക്കിങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അനശ്വരയും പറയും മുമ്പൊരു പ്രണയം ഉണ്ടായിട്ടുണ്ടല്ലേ, അതുകൊണ്ടല്ലേ നമ്മുടെ പൃഥ്വിരാജ് ചേട്ടൻ വിളിച്ചിങ്ങനെയൊക്കെ പറയുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ വീട്ടിൽ പറയുമ്പോൾ സെയിം ആണ്. നമ്മുടെ പൃഥ്വിരാജ് ആണെങ്കിൽ ഇവൻ്റെ വീട്ടിലും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഇവൻ കല്യാണം വേണ്ടെന്ന് പറയും, എനിക്കൊരു മുൻ പ്രണയമുണ്ട് അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബേസിലിന് മനസ്സിലായി ഈ കല്യാണം മുടക്കാൻ വേണ്ടി പറ്റില്ല, ഇനി വേറെ എന്തെങ്കിലും പ്ലാൻ ഇടണം എന്ന് പറഞ്ഞിട്ട് ബേസിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബേസിലും അനിയനും കൂട്ടുകാരും കൂടി പോയിട്ട് നമ്മുടെ ബേസിൻ്റെ കല്യാണം ശരിയാക്കിയല്ലോ ഓഫീസിലുള്ള അയാൾ നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അയാളുടെ വീട്ടിൽ പോകുന്നുണ്ട്. എന്നിട്ട് ബേസിൽ പറയും ഞാൻ അവിടെ കുറേ തിരുമറിയും കാര്യങ്ങളും നടത്തിയിട്ടാണ് വന്നത്, അതുകൊണ്ട് എന്നെ പോലീസൊക്കെ അന്വേഷിക്കുന്നുണ്ട്, വേണമെങ്കിൽ 2 കുറ്റം നീ കയ്യിലിട്ട് പറഞ്ഞോ എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ നമ്മുടെ പൃഥ്വിരാജിനോട് പറയാൻ പറയും. അവനാണെങ്കിൽ ഞാൻ മാല ഇട്ടിട്ടുണ്ട്, ഞാൻ കള്ളം പറയില്ല എന്ന് പറയുമ്പോൾ നിൻ്റെ സാറാണ് പറയുന്നത്, നീ അങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ഞാൻ പറയൂല എന്ന് പറഞ്ഞിട്ട് അവൻ പറയുന്നുണ്ട്. അപ്പോൾ ഒന്നും നടക്കൂല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബേസിലാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ പൃഥ്വിരാജിനെ കാണിക്കുന്നു. പൃഥ്വിരാജ് കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് അമ്മേൻ്റെ ചേട്ടന്മാരുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പൃഥ്വിരാജ് അമ്മയും ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചാണ്, അതുകൊണ്ട് അവരൊരു രസത്തിലൊന്നും അല്ല കേട്ടോ. അപ്പോൾ പൃഥ്വിരാജ് പോയിട്ട് കല്യാണവും കാര്യങ്ങളൊക്കെ വിളിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പൃഥ്വിരാജ് പറയും ഞാൻ നിഖിലിനെ സോറി എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്ന് പറയും. അപ്പോൾ അവൻ്റെ അമ്മാവന്മാർ പറയും ആരോ എഴുതിയ റൂമക്കത്തിൻ്റെ പേരിൽ നിങ്ങൾ പിണങ്ങിയത് എന്തായാലും നന്നായി എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ നിഖിലിൻ്റെ അച്ഛൻ്റെ ഡോക്ടറാണല്ലോ, ആ വീടാണ് കാണിക്കുന്നത്. അവിടേക്ക് നമ്മുടെ ബേസിലിൻ്റെ കൂട്ടുകാരനും അനിയനും വരുന്നുണ്ട്. ബേസിലിൻ്റെ
കുട്ടികളുണ്ടാവില്ല എന്നുള്ള റിപ്പോർട്ടും കാര്യങ്ങളായിട്ട് കൊണ്ടുവന്നിട്ട് അവനിതിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അറിയാത്ത പോലെ നമ്മുടെ നിഖിലിൻ്റെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ പൃഥ്വിരാജിൻ്റെ അനിയത്തിനാണ് കെട്ടാൻ പോകുന്നതെന്നൊക്കെ രീതിയിലൊക്കെ പറയുന്നുണ്ട്. കാരണം നമ്മുടെ നിഖിലിൻ്റെ അച്ഛനിക്ക് ബേസിലിൻ്റെ പേര് മാത്രമേ അറിയുള്ളൂ, അവൻ്റെ ഫോട്ടോയും കാര്യങ്ങളും അറിയില്ല, ആരാണെന്ന് കെട്ടാൻ പോകണമെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം അവനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുന്നു പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഇവരിനെ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടാണെങ്കിൽ ഈ മരങ്ങൻകുട്ടന് ഒന്നും അറിയുന്നില്ലടാ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. നേരെ പോകുന്നത് വേറൊരു ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഇവിടെ എന്തിനാ വന്നത് പറഞ്ഞിട്ട് നമ്മുടെ ബേസിലിൻ്റെ അനിയൻ ചോദിക്കുന്നുണ്ട്. നമ്മുടെ അനശ്വരനെ പുറകിൽ നടന്ന ഒരു പയ്യനുണ്ടല്ലോ, അവനിപ്പോൾ അവിടെ ഡോക്ടറാണ്, അപ്പോൾ അവനെ കാണാൻ വേണ്ടിയാണ് വന്നത് പറയും. അവനോട് പോയിട്ട് എനിക്ക് അനശ്വരനെ അറിയാം, അവളുടെ കല്യാണമാണ്, അപ്പോൾ നീ അവളെ വിട്ടുകൊടുക്കാൻ പറ്റില്ല, ആത്മാർത്ഥ സ്നേഹമാണെങ്കിൽ നീ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവനും പറയും അവൾക്ക് അത്ര വലിയ വെറുത്തൊന്നുമില്ല, അവൾ കല്യാണം കഴിക്കാനൊന്നുമില്ല, അവനെ ഏതെങ്കിലും മരങ്ങോടെ മാത്രമേ അവളിനെ കല്യാണം കഴിക്കുള്ളൂ എന്ന രീതിയിലൊക്കെ പറഞ്ഞ് ഇവരെ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാര്യമൊക്കെ ഇവൻ്റെ അനിയനും കൂട്ടുകാരനും വന്നിട്ട് ബേസിലിനോട് പറയുന്നുണ്ട്. അപ്പോൾ ബേസിലിന് മനസ്സിലായി ഇനി ഇതെങ്ങനെയെങ്കിലും മുടക്കാൻ ഇനി ഇവരെ കൊണ്ടൊന്നും പറ്റില്ല എന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലായിട്ട് അവർ വിഷമിച്ചിട്ട് അവിടെ ഇരിക്കണം കേട്ടോ. ബേസിലിൻ്റെ ചങ്ങാതി പറയും, പണ്ട് നീ യോഗി ബാബുവിൻ്റെ കല്യാണം മുടക്കിയില്ലേ, അപ്പോൾ അതിനൊക്കെ എനിക്ക് നല്ല കൈയാണല്ലോ, അപ്പോൾ സ്വന്തം കല്യാണം വന്നപ്പോൾ എനിക്ക് മുടക്കാൻ പറ്റിയില്ലല്ലേ എന്ന് പറയും. അപ്പോൾ അനിയൻ ചോദിക്കും അതെന്താണ് ചോദിക്കുമ്പോൾ, അന്ന് ആദ്യ രാത്രിക്ക് ഇവൻ പാലിൽ കുറച്ച് മുളക് ചേർത്തിട്ടുണ്ടായിരുന്നു, അവൻ ആ പാലും കൊണ്ട് എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനുശേഷം അവൻ്റെ ഭാര്യ തിരിച്ചു വന്നിട്ടില്ല എന്ന് പറയും. പിന്നെ ഇനി ആരെ കൊണ്ട് ഈ കല്യാണം മുടക്കാൻ പറ്റുക കൊണ്ട് ചോദിക്കായിരിക്കും. അപ്പോഴാണ് മായൻകുട്ടിൻ്റെ കാര്യം അറിയുന്നത്. അപ്പോൾ ബേസിലും പറഞ്ഞു നമ്മൾ മായൻകുട്ടിൻ്റെ കാര്യം ഓർത്തില്ലല്ലോ, അവനെ കൊണ്ട് മാത്രമേ ഈ കല്യാണം മുടക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ മായൻകുട്ടിനെയാണ് കാണിക്കുന്നത്. മായൻകുട്ടിനെ ഈ ബേസിലിൻ്റെ അനിയനും അതേപോലെ തന്നെ അവരുടെ കൂട്ടുകാരനെ പോയി കണ്ടിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും കല്യാണം മുടക്കണം എന്ന് പറയുമ്പോൾ അവൻ പറയും ഓക്കെ ഞാൻ ഇത് മുടക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ നിഖിലിനെയും കാണിക്കുന്നു, അതേപോലെ പൃഥ്വിരാജിനെയും കാണിക്കുന്നു. നിഖിലാണെങ്കിൽ പൃഥ്വിരാജിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുന്നുണ്ട്. അതേ സമയത്ത് തന്നെ നമ്മുടെ ബേസിലും അതേപോലെ തന്നെ അനശ്വരയും കൂടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ബേസിൽ പറയും എനിക്ക് ഈ കല്യാണത്തിലും താല്പര്യം ഇല്ല പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അനശ്വര പറയും ഏട്ടത്തിയമ്മയല്ലേ നിങ്ങളുടെ കാമുകി, അതുകൊണ്ടല്ലേ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറുന്നത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് എനിക്കെങ്ങനെ മനസ്സിലായി പറയുമ്പോൾ എട്ടത്തി അമ്മ പറഞ്ഞു പറയും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ വിഷമം നിങ്ങൾ ആരും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ബേസിലിന് സങ്കടമാകുന്നുണ്ട്. അവിടെ നമ്മുടെ നിഖിലാണെങ്കിൽ പൃഥ്വിരാജിനോട് പറയും എനിക്ക് പണ്ടൊരു റിലേഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ പൃഥ്വിരാജ് പറയും പഴയ കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കില്ല, എനിക്ക് പുതിയതായിട്ട് നിന്നെ മതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവനെ ആശ്വസിപ്പിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവർ പരസ്പരം ഹഗ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ബേസിൽ നമ്മുടെ അനശ്വരയോട് പറയും ഞാൻ പൃഥ്വിരാജിനെ പോയി കണ്ടിട്ട് വരാമെന്ന് പറയുമ്പോൾ എന്തിനാണെന്ന് പറയുമ്പോൾ എനിക്ക് കല്യാണത്തിന് സമ്മതമാണെന്ന് പറയാനാണെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവരും അവിടെ ഹാപ്പി ആയിട്ടുണ്ട്. കൂട്ടുകാരനായ മായൻകുട്ടി പറയും എനിക്ക് ഈ കല്യാണം മുടക്കാൻ ഒരു ഐഡിയ കിട്ടിയെന്ന് പറഞ്ഞിട്ട് പൃഥ്വിരാജിൻ്റെ വീട് എവിടെ ചോദിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ വീട്ടിലോട്ട് പോയിട്ട് അവൻ കോണിംഗ് ബില്ല് അടിക്കുന്നുണ്ട്. അപ്പോൾ പൃഥ്വിരാജ് വന്ന് തുറക്കുന്നുണ്ട്. ആരാണ് ചോദിക്കുമ്പോൾ ഞാൻ മായൻകുട്ടിയാണ്, അപ്പോൾ നിങ്ങളുടെ അന്യത്തിൻ്റെ കല്യാണമല്ലേ ഈ വരുന്നത്, ബേസിലല്ലേ ചെക്കൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതേന്ന് പറയും ഈ ബേസിലാണ് നിങ്ങളുടെ ഭാര്യയായ നിഖിലിൻ്റെ കാഴയെ കാമ്പുക എന്ന് നിങ്ങൾക്ക് അറിയുമോ ചോദിക്കും. അത് കേൾക്കുമ്പോൾ നമ്മുടെ പൃഥ്വിരാജ് ഷോക്ക് ആവുന്നുണ്ട്. അവനാണെങ്കിൽ അവിടെ അടുത്ത് കലമൊക്കെ ഉടയ്ക്കുന്നുണ്ട്, ആ സാരിയൊക്കെ കീറുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെയാണ് നമ്മുടെ ബേസിലാണെങ്കിൽ അങ്ങോട്ട് കയറി വരുന്നത്. അങ്ങനെ വന്ന് നമ്മുടെ ബേസിലിനെ നമ്മുടെ പൃഥ്വിരാജാണെങ്കിൽ ഒരു തല്ല് കൊടുക്കുന്നുണ്ട്. നിന്നെയാണല്ലോ ചെറ്റ് ഞാൻ ഇതുവരെ തീട് നടന്നതെന്ന് പറയും. പിന്നെ നമ്മുടെ മായൻകുട്ടിനെയാണെങ്കിൽ നമ്മുടെ ബേസിലിൻ്റെ അനിയനും അവൻ്റെ കൂട്ടുകാരും തമ്മിൽ തല്ലുന്നുണ്ട് കേട്ടോ. എന്തിനാണ്ട് അവിടെ പോയി ഇങ്ങനെ പോയി പറയാൻ പോയി എന്ന് പറഞ്ഞിട്ട് തല്ലുന്നുണ്ട്. പിന്നെ പൃഥ്വിരാജാണെങ്കിൽ നീ ഈ കല്യാണം അങ്ങ് മറന്നേക്ക്, എൻ്റെ പെങ്ങളെന്ന് എനിക്ക് ഒരിക്കലും ഞാൻ കെട്ടിച്ചു തരില്ല എന്നിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ബേസിലും പറയും അവൾക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് അവളെ ഇഷ്ടമാണ്, ഞങ്ങളുടെ കല്യാണം എന്തായാലും നടക്കുമെന്ന് പറയും. അങ്ങനെ നടന്ന് നിൻ്റെ കൈ ഞാൻ വിട്ടുവിടാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പൃഥ്വിരാജ് വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബേസിൽ നമുക്ക് കാണാമെന്ന് പറയുന്നുണ്ട്. നമുക്ക് കല്യാണത്തിന് കാണാം, ഗുരുവായൂർ അമ്പലം നടയിൽ വെച്ച് തന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് നമ്മുടെ പൃഥ്വിരാജ് ആണെങ്കിൽ മാസമായി നടന്നു വരുന്നുണ്ട്. നമ്മുടെ ബേസിലും അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇവിടെ വെച്ചാണ് ഈ സിനിമയുടെ ഇൻ്റർവെൽ ബ്ലോക്ക് ആവുന്നത് കേട്ടോ.